അപ്പോൾ മക്കളെ, കുസാറ്റ് 2024 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫിൽ ചെയ്യാം എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിൽ കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കുകൾ, കൺഫ്യൂഷനുകൾ ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് admissions.kusat.ac.in എന്നുള്ള സൈറ്റാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ അക്കാഡമിക് അഡ്മിഷൻസ് 2024 എന്നുള്ളതിൻ്റെ താഴെയായിട്ട് അപ്ലൈ നൗ, അതുപോലെ പ്രോസ്പെക്ടസ് 2024 എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീയതികൾ ഒക്കെ അവൈലബിൾ ആണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് വരെ ഒക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമെന്നുള്ളത്. ജനുവരി 27 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള സമയം എന്ന് പറയുന്നത്. അതുപോലെ എന്തൊക്കെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡേറ്റും ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പിലായിട്ട് എന്നാണ് എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് മെയ് മാസം 10, 11, 12 തീയതികളിലായിട്ടാണ് എക്സാം നടക്കുന്നുണ്ടാവുക. ഇനി തിരിച്ച് നമ്മൾ അപ്ലിക്കേഷനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ലിക്കേഷന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒന്നാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പ്രോസ്പെക്ടസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കണ്ടൻറ് പേജിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് കുസാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു MSc പ്രോഗ്രാമിനെ പറ്റി അറിയണമെന്ന് വിചാരിക്കുക, നേരെ ആ ഭാഗത്തോട്ട് പോയാൽ മതി. ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ് MSc പ്രോഗ്രാംസ്. നേരെ ആ പേജ് നമ്പറിലോട്ട് പോവുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോഗ്രാമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ MSc മാത്തമാറ്റിക്സ് എടുക്കുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്താണ്, അതിൽ എത്ര സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന് എഴുതേണ്ട ടെസ്റ്റിൻ്റെ കോഡ് എന്താണ് എന്നുള്ളത് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്സിനാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ട കോഡ് 612 ആണ്, ഫിസിക്സിനാണെന്നുണ്ടെങ്കിൽ 613 ആണ്. MSc കെമിസ്ട്രിക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് എഴുതേണ്ട കോഡ് 604 ആണ്. എന്നാൽ ഈ ഒരു കോഡ് വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് മാത്രമാണോ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക? അല്ല. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോസ് MSc ഇൻ ഹൈഡ്രോ കെമിസ്ട്രി ഇവിടെ ഉണ്ട്, അതിന് എഴുതേണ്ട കോഡ് എന്ത് 604 ആണ്. 604 എന്ന് പറയുന്നത് കെമിസ്ട്രീൻ്റെ കോഡാണ്. MSc ഇൻ ഓഷ്യാനോഗ്രഫി അതിൽ നിങ്ങൾക്ക് 612 ഓർ 613 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 612 എന്ന് പറയുന്നത് മാത്സിൻ്റെ കോഡാണ്, 613 എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ കോഡാണ്. അതായത് ഫിസിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ BSc മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും ഒരുപോലെ MSc ഓഷ്യാനോഗ്രഫി ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കുക, മറൈൻ ജിയോളജി, മറൈൻ ജിയോ ഫിസിക്സ്, ഇതിലൊക്കെ ടെസ്റ്റ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 604 ഓർ 609 ഓർ 612 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരൊറ്റ ടെസ്റ്റ് എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് വിവിധ PG പ്രോഗ്രാമുകളിലോട്ട് അഡ്മിഷൻ നേടാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും പോയിരിക്കേണ്ട ഭാഗമാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് പോവാം. സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ കാണുന്ന അപ്ലൈ നൗ എന്നുള്ള ബട്ടണിലോട്ട് പോവുകയാണ്. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നുണ്ടാവുക ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോമിലോട്ടാണ്. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അഥവാ നെയിം, മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്, പിന്നെ നമ്മളെ അക്കൗണ്ടിന് ഒരു പാസ്വേഡും. നെയിം ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത് അതുപോലെ ആയിരിക്കണം ഇവിടെ നെയിം ഫില്ല് ചെയ്യേണ്ടത്. പിന്നീട് വരുന്ന 2 കാര്യങ്ങൾ, അഥവാ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുക ഒന്നെങ്കിൽ മൊബൈൽ ത്രൂവോ അല്ലെങ്കിൽ ഇമെയിൽ ID ത്രൂവോ ആയിരിക്കും. ഈവൻ ഈ ഒരു രജിസ്ട്രേഷൻ കഴിയുന്നതോടുകൂടെ നമ്മളുടെ ഇമെയിൽ IDയിലോട്ട് അവരൊരു ആക്ടിവേഷൻ ലിങ്ക് അയച്ചു തരും. അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഭാഗം ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. പിന്നീട് വരുന്നത് പാസ്വേഡാണ്. അത് സെറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതിൽ ഒരു അപ്പർ കേസ്, ഒരു ലോവർ കേസ്, ഒരു നമ്പർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇൻക്ലൂഡഡ് ആയിരിക്കണം. പിന്നെ ഒരു നോട്ട് അവർ കൊടുത്തിട്ടുണ്ട്, നെയിം ഒരിക്കലും പാസ്വേഡായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. സോ ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. സോ ആ ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ സബ്മിറ്റ് ബട്ടൺ അമർത്തുക.
സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജാണ് കാണാൻ പറ്റുക, ആക്ടിവേഷൻ മെയിൽ സെൻഡ് ടു യുവർ മെയിൽ ബോക്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം, മെയിലിൽ പോയിട്ട് നമ്മളെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അവർ ഓൾറെഡി ഒരു മെയിൽ അയച്ചിട്ടുണ്ടാവും. സോ നമ്മൾ മെയിലിലോട്ട് പോവാണ്. സോ മെയിലിൽ അവർ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതെന്ത് ചെയ്താൽ മതി, ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഒരു മെസ്സേജ് പേജിലോട്ട് പോകും. അവിടെ ഇവർ പറയുന്നുണ്ട് യുവർ ഇമെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി. സോ ആക്ടിവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലോഗിൻ ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ റൈറ്റ് ഭാഗത്ത് തന്നെ ലോഗിൻ ബട്ടൺ അവൈലബിൾ ആണ്. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ പേജിലോട്ടാണ്. ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇമെയിൽ ഐ ഡി ആണ്, പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും. സോ അത് എൻ്റർ ചെയ്തതിനു ശേഷം അടിയിലുള്ള ക്യാപ്ച എൻ്റർ ചെയ്യുക. എന്നിട്ട് നേരെ ലോഗിൻ ചെയ്യാം. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലോട്ടാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നിലൂടെ പോയി നോക്കാം. ആദ്യം പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണെന്നുള്ളതാണ്. ഇവിടെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് മൊസില്ല ഫയർഫോക്സ്, അതുപോലെ ഗൂഗിൾ ക്രോം പോലുള്ള വെബ് ബ്രൗസറാണ്. അതിൽ തന്നെ മിനിമം ഇത്ര വേർഷൻ ആയിരിക്കണം എന്നുള്ളതും അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരിക്കലും മൊബൈൽ ത്രൂ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ഡെസ്ക്ടോപ്പ് ആണ് ആപ്ലിക്കേഷൻ ഏറ്റവും നല്ലത്. മൊബൈൽ ത്രൂ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്ക് റീലോഡ് എന്നുള്ള ബട്ടണുകളൊക്കെ അമർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമ്മളെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനാണ് ചാൻസ്. നാലാമത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ്, അതായത് പ്രോസ്പെക്ടസ് കറക്റ്റ് വായിച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോസ്പെക്ടസ് വായിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് പറയുന്നത് നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ തേർഡ് പാർട്ടി ആൻറ്റിവൈറസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ പേയ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവസാനമായിട്ട് അവർ പറയുന്നത് ഇതാണ്, ടെസ്റ്റ് സെൻറ്റർ സെലക്ഷന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ എൻഡ് ആവുള്ളൂ. അതായത് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് സെൻറ്റർ സെലക്ഷൻ ആണ്. ഏതൊക്കെ സെൻറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് എവിടേക്കാണ് നിങ്ങൾക്ക് സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ അടിയിൽ ക്ലിക്ക് ഹിയർ ടു ചെക്ക് ദ ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ജസ്റ്റ് അതിലൂടെ ഒന്ന് പോയി നോക്കാം. സോ ഇവിടെ പ്രോഗ്രാമുകൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എവിടേക്കാണ് ടെസ്റ്റ് സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇവിടെ PG പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ജില്ലകളിലും ടെസ്റ്റ് സെൻറ്റർ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് നേരെ ബാക്കിലോട്ട് വരിക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ബട്ടൺ അമർത്തുക. സോ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്നുണ്ടാവുക വീണ്ടും ഒരു ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് പേജിലോട്ടായിരിക്കും. അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ബാക്ക് ബട്ടൺ യൂസ് ചെയ്യൽ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, അതുപോലെ പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് വായിച്ചിട്ട് വരിക എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മളുടെ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, അതിൻ്റെ സൈസ് എന്തായിരിക്കണം, ഡയമെൻഷൻ എന്തായിരിക്കണം എന്നുള്ളത് അവരിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 150 പിക്സൽ ഇൻറ്റു 180 പിക്സൽ എന്നുള്ള ഡയമെൻഷനിലായിരിക്കണം. അതിൻ്റെ സൈസ് 500 KB താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചർ 130 ഇൻറ്റു 57 പിക്സൽ എന്നുള്ള ഡയമെൻഷനിലും അതിൻ്റെ സൈസ് 100 KB താഴെ ആയിരിക്കണം. ആ ഭാഗങ്ങൾ ആണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അവർ പറയുന്നുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് പോകണം എന്നുള്ള കാര്യം അവരിവിടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക. അതിൽ വരുന്ന തെറ്റുകളൊക്കെ പിന്നീട് തിരുത്തൽ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഭാഗങ്ങൾ കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. സോ ഇൻസ്ട്രക്ഷൻസ് പേജ് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലോട്ടാണ്. ഇവിടെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. അതിൽ നമ്മളുടെ നെയിം ഓൾറെഡി അവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ പോലുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. സോ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആയിട്ടുള്ളവർക്ക് നേരെ ഈ ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. അല്ലാത്തവർ അവരുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണോ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. പിന്നെയുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ കേരളൈറ്റ് സ്റ്റാറ്റസ് ഉണ്ടോ, നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം എന്താണ്, അതുപോലെ കാറ്റഗറി ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനാണ്. സോ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് തെറ്റുകൂടാതെ തന്നെ സെലക്ട് ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റായിട്ട് അവൈലബിൾ ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിലോട്ട് വരും. സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. സോ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ജനറൽ അല്ലാത്ത കാറ്റഗറിക്കൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ആ സർട്ടിഫിക്കറ്റ് ഒന്നും ഈ ഒരു അപ്ലിക്കേഷൻ ടൈമിൽ നമുക്ക് എവിടെയും അപ്ലോഡ് ചെയ്യാനില്ല. ഇതൊക്കെ ആവശ്യം വരിക അഡ്മിഷൻ്റെ ടൈമിലായിരിക്കും. സോ ആ സമയം ആകുമ്പോഴത്തേന് നിങ്ങൾ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡിംഗ് ആണ്. ഇവർ ഓൾറെഡി അവിടെ പറയുന്നുണ്ട്, നമ്മൾ മുന്നേ ഓൾറെഡി പറഞ്ഞതാണ് അതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, അതിൻ്റെ സൈസ് എന്തായിരിക്കണം എന്നുള്ളത്. ഇവിടെ അവർ പറയുന്നുണ്ട് 500 KB താഴെ ആയിരിക്കണം ഫോട്ടോഗ്രാഫിൻ്റെ സൈസ്. അതിൻ്റെ പിക്സൽ, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 150 പിക്സൽ × 180 പിക്സലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ഡയമെൻഷനും സൈസും ഇവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ സക്സസ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഫോട്ടോ ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി സിഗ്നേച്ചറും അതുപോലെ ചെയ്യാം. ഇവിടെ അപ്ലോഡ് സിഗ്നേച്ചർ എന്നുള്ള ബട്ടൺ കൊടുക്കുക. സോ എഗെയിൻ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും ഓക്കെ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ അമർത്തുക. അടുത്ത സ്റ്റെപ്പ് വരുന്നത് പ്രോഗ്രാം സെലക്ഷനാണ്. അതായത് നമ്മൾ ഏത് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊടുക്കുന്നത് ഈ ഒരു പേജിലാണ്. സോ ഇവിടെ ഓൾറെഡി നമുക്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഏത് പ്രോഗ്രാമാണ്, UG പ്രോഗ്രാമാണോ PG പ്രോഗ്രാമാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. സോ സപ്പോസ് ഞാനിപ്പോൾ PG പ്രോഗ്രാമിലോട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് ഈ ലിസ്റ്റിൽ അവൈലബിൾ ആണ്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ എവിടേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇൻസൈഡ് കേരള, പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, ന്യൂഡൽഹി ആൻഡ് മുംബൈ. ഈ ഭാഗത്താണ് PG പ്രോഗ്രാമുകളുടെ ടെസ്റ്റ് സെൻറ്റർ അവൈലബിൾ ആയിട്ടിരിക്കുക. അടുത്തത് അവർ ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതായത് 10+2 ലെവലിൽ നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സപ്പോസ് ഞാനിവിടെ യെസ് കൊടുക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് നമ്മളുടെ ക്വാളിഫിക്കേഷനാണ് അവർ ചോദിക്കുന്നത്. സോ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ BSc ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, നിങ്ങൾ MScക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കുക, നിങ്ങളുടെ ഏത് BSc ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. സപ്പോസ് ഇവിടെ ഞാൻ BSc ഫിസിക്സ് എന്ന് കൊടുക്കുകയാണ്. BSc ഫിസിക്സ് മെയിൻ വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് കെമിസ്ട്രി സബ്, അതായത് ഫിസിക്സ് മെയിനും മാത്സ് കെമിസ്ട്രി സബ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഞാൻ ആ BSc ഫിസിക്സ് മെയിൻ വിത്ത് മാത്തമാറ്റിക്സ് സബ് ആൻഡ് കെമിസ്ട്രി സബ് കൊടുക്കുകയാണ്. സോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ PG പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് MSc ഫിസിക്സിന് അപ്ലൈ ചെയ്യാം, MSc മറൈൻ ജിയോളജിക്ക് അപ്ലൈ ചെയ്യാം, മറൈൻ ജിയോ ഫിസിക്സിന് അപ്ലൈ ചെയ്യാം, ഓഷ്യാനോഗ്രഫിക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇവിടെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. എനിക്ക് MSc ഫിസിക്സിന് അപ്ലൈ ചെയ്യണം. ഞാൻ MSc ഫിസിക്സ് സെലക്ട് ചെയ്തിട്ട് ആഡ് പ്രോഗ്രാം എന്ന് കൊടുക്കുകയാണ്. ഇനി MSc മറൈൻ ജിയോളജിക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ആഡ് പ്രോഗ്രാം കൊടുക്കുകയാണ്. ഇനി എനിക്ക് മറൈൻ ജിയോ ഫിസിക്സിന് ഓഷ്യാനോഗ്രഫിക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നേരെ ആഡ് പ്രോഗ്രാം കൊടുത്താൽ മതി. MSc മെറ്ററോളജിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് പ്രോഗ്രാം എന്ന് കൊടുത്താൽ മതി. സോ റൈറ്റ് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അടിയിലോട്ട് പോവുക. നമുക്ക് PG AIQ സീറ്റിന് ഇൻട്രസ്റ്റഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റ് പ്രോസ്പെക്ടസിൽ എന്താണെന്ന് പറയുന്നുണ്ട്. ആ സീറ്റ് എന്താണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളതൊക്കെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു വരിക. ഞാനിപ്പോൾ അത് ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നോ കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ പ്രോഗ്രാം കൺഫേം ചെയ്യുകയാണ്. സോ ഞാൻ കൺഫേം പ്രോഗ്രാം എന്നുള്ള ബട്ടൺ അമർത്തുകയാണ്. അത് അമർത്തി കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളുടെയും ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ടെസ്റ്റ് കോഡ് 613 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എല്ലാ പ്രോഗ്രാമിനും ഞാൻ എഴുതേണ്ടത് ഒരൊറ്റ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൻ്റെ കോഡാണ് 613 എന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ ആ കൺഫേം ടെസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ടെസ്റ്റ് സക്സസ്ഫുള്ളി സെലക്റ്റഡ് എന്ന് ഒരു ഇൻഫർമേഷൻ ബോക്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഓക്കെ അമർത്തുക. എന്നിട്ട് ഇവിടെ ഒരു ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട്. ഐ ഹാവ് അപ്ലൈഡ് ഫോർ ദ പ്രോഗ്രാം ഫോർ വിച്ച് ഐ ആം എലിജിബിൾ ആസ് പെർ കുസാറ്റ് പ്രോസ്പെക്ടസ് 2024. അതായത് ഞാൻ എലിജിബിൾ ആയിട്ടുള്ള പ്രോഗ്രാമിന് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഡിക്ലറേഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് നേരെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക.
സോ സേവ് ആൻഡ് കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ വരുന്നുണ്ടാവുക ഒരു ഷോർട്ട് പ്രിവ്യൂ പേജിലോട്ടായിരിക്കും. അതായത് ഇതുവരെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ, ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ആവട്ടെ, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ് ആവട്ടെ, ഒക്കെ നമ്മൾ ഈ ഒരു പേജിൽ നിന്നായിരിക്കണം കൺഫേം ചെയ്യേണ്ടത്. അതിലൊരു തെറ്റും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് അഥവാ പേയ്മെൻറ്റിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. വൺസ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിലൊരു എഡിറ്റിംഗ് സാധ്യമല്ല. സോ ഈ ഒരു സ്റ്റേജിലായിരിക്കണം നിങ്ങളുടെ എല്ലാ ചെക്കിങ്ങും നിങ്ങൾ നടത്തേണ്ടത്. സോ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കൺഫേം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എത്തുന്നുണ്ടാവുക ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് പേജിലോട്ടായിരിക്കും. ഇവിടെ താഴെ സെൻറ്റർ സീറ്റ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഏതൊക്കെ സെൻറ്ററുകളാണ്, അതിൽ എത്രയൊക്കെ സീറ്റുകളാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എവിടെ പോയിട്ടാണോ ടെസ്റ്റ് എഴുതാൻ പറ്റുക, എക്സാം എഴുതാൻ പറ്റുക, അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേയ്മെൻറ്റിന് ശേഷമാണ് സെൻറ്റർ സെലക്ഷൻ ഉള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ എൻഡ് ആവുന്നത് സെൻറ്റർ സെലക്ഷനോട് കൂടിയാണ്. സോ അവസാനത്തെ സ്റ്റെപ്പാണ് സെൻറ്റർ സെലക്ഷൻ. അതിൻ്റെ മുന്നെയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. സോ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേ നൗ എന്നുള്ള ബട്ടൺ അമർത്തുക. പേ നൗ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാനാണ് ഉണ്ടാവുക. അതിൽ കാർഡ് വെച്ചിട്ടാണെങ്കിൽ കാർഡ് വെച്ചിട്ട് ചെയ്യുക, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഫോൺ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ UPI ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അത് വെച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുക. ഇവിടെ പേ നൗ എന്നുള്ള ബട്ടൺ അവൈലബിൾ ആണ്, അത് കൊടുക്കുക, പേയ്മെൻറ്റ് നടത്തുക. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പാണ് സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യുക. അതോടുകൂടി ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എൻഡ് ആവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി കറക്റ്റായിട്ട് തെറ്റുകൂടാതെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം എക്സാം നടക്കാൻ പോകുന്നത് മെയ് 10, 11, 12 തീയതികളിലായിട്ടാണ്. അതായത് നിങ്ങൾക്ക് വെറും 3 മാസമാണ് നിങ്ങളുടെ മുന്നിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, സേഫ് ആയിട്ടുള്ളൊരു അഡ്മിഷൻ കരസ്ഥമാക്കുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.